വിദഗ്ധർ പോലും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യം ദാരിദ്ര്യം ഇല്ലാതാക്കി എന്നാണ് സർക്കാർ പറയുന്നതെന്നാണ്. അല്ല, ഒരു തീയതി വെച്ച് ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ പറ്റില്ല. പ്രഖ്യാപനം നടത്തിയപ്പോഴല്ലേ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാൻ ചിലർ മുന്നോട്ട് വന്ന്. ഇതുവരെ ഇവരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ക്യാമറകൾ ഇവരെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ക്യാമറയുടെ കണ്ണിലും പെടാത്ത അദൃശ്യരായ മനുഷ്യരായിരുന്നു. പലരുടെയും അവസാനത്തെ ബ്രഹ്മപുരം ഓർമ്മ എന്ന് പറയുന്നത് അവിടെ തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റ് മലയുടെ ഒരു ഓർമ്മയാണ്. 12 ദിവസവും ഹെഡ്ലൈൻ ആയിരുന്നു, പ്രൈം ടൈം ഡിസ്കഷൻ ആയിരുന്നു. 12ാമത്തെ ദിവസം തീ അണഞ്ഞു, പുകയടങ്ങി, എല്ലാവർക്കും ശ്വാസം കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരാളും കൊച്ചി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല, എല്ലാവരും അത് മറന്നു. അന്ന് മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും. എന്തൊരു തള്ളാണ് ഈ മന്ത്രി തള്ളുന്നതെന്ന് പരിഹസിച്ചവരുണ്ട്. എന്നാൽ ഇന്ന് ബ്രഹ്മപുരത്ത് ശരിക്കും പൂക്കൾ വിടർന്നു. ഞാനൊരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി 3 മാസമായി ഇന്ന നഗരസഭയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ തവണ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവിടേക്കൊരു പന്നിപ്പടക്കമെങ്കിലും എറിയാൻ എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ കേസ്മാർട്ടിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇഷ്യൂ ചെയ്ത ബിൽഡിംഗ് പെർമിറ്റുകളിൽ 81,212 ബിൽഡിംഗ് പെർമിറ്റ് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ്. മദ്യം ഒരു വ്യവസായമാണ്. അപ്പോൾ ആ വ്യവസായം എന്ന നിലയിൽ അതിനെ പരിഗണിക്കണം. മദ്യപാനം നടക്കുന്നുണ്ട്, പക്ഷെ മദ്യം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു ഹിപ്പോക്രസി അവിടെ നിൽക്കുന്നുണ്ട്. ഡിസ്റ്റിലറി പോലെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക കേരളത്തിൽ ആവശ്യമാണെന്നൊരു നയമായിട്ട് ഗവൺമെൻറ് കണ്ടത്. ഒന്നും രഹസ്യമായിട്ടുള്ള കാര്യമില്ലല്ലോ. ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിന് അനുമതി കൊടുക്കും. ലൈഫ്, EP, കെ സ്മാർട്ട് എന്ന് തുടങ്ങി കേരള സർക്കാരിന്റെ മർമ്മപ്രധാന പദ്ധതികളുടെയും ദൗത്യങ്ങളുടെയും നടത്തിപ്പ് ഉത്തരവാദിത്വം. മാലിന്യമുക്തം നവകേരളത്തിലൂടെ പൊതുവിടങ്ങളെ ക്ലീനാക്കുന്നതിലും മാലിന്യ പ്ലാന്റുകളെ അടിമുടി നവീകരിക്കുന്നതിലും ഫോക്കസ്. മനുഷ്യജീവിതത്തെ ഏറ്റവുമധികം സ്പർശിക്കുന്ന തന്റെ വകുപ്പുകളുടെ അറിയാ വികസന കഥകൾ പറഞ്ഞും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഉയരുന്ന വിമർശനങ്ങളെ അഭിസംബോധന ചെയ്തും തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ്. എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പുതിയ ഒരു വാർത്തകളിലൊന്ന് തന്നെ. അതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഈ ആശയം 2017 ആവിഷ്കരിച്ച ഒന്നാണ്. പക്ഷേ അത് പ്രായോഗികമായൊരു പദ്ധതിയെ നടപ്പാക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം 18 പ്രളയം വന്നു. 19 ഏതാണ്ട് സമാനമായ സ്ഥിതി ആവർത്തിച്ചു. 20 ആയപ്പോഴേക്കും കോവിഡ് വന്നു. 2021 രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരമേറ്റ് സത്യപ്രതിജ്ഞ കഴിച്ച് നേരെ സെക്രട്ടേറിയറ്റിൽ പോയി ചേർന്ന ആദ്യ ക്യാബിനറ്റിൽ ഇത് തീരുമാനമായി വന്നു. അതിന് കാരണം ഇത് 2017 ആലോചിച്ചു തുടങ്ങിയതാണെന്നുള്ളതാണ്. ഒന്നാമത്തെ തീരുമാനം ഇതായിരുന്നു. അന്ന് തന്നെ വൈകിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2025 നവംബർ 1 കേരളത്തിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ളൊരു പദ്ധതി ക്യാബിനറ്റിൽ നിന്ന് അംഗീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് ആദ്യം ചെയ്തത് അതിദാരിദ്ര്യരെ കണ്ടെത്താൻ, നിർണയിക്കാനുള്ള ഒരു പ്രക്രിയ ആണ്. അപ്പം ആദ്യം തദ്ദേശ സ്ഥാപന തലത്തിലൊരു വിവരശേഖരണം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളെ മുൻനിർത്തിയാണ്. ഒരു സാമ്പ്രദായിക രീതിയല്ല ശരി, സാമ്പിളിങ്ങിൻ്റെ ഇതായിട്ടുള്ള രീതിയല്ല സ്വീകരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തി. കുടുംബശ്രീയൊക്കെ വഴിയാണ് ഇത് ശേഖരിച്ചത്. ആ വിവരങ്ങൾ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിൽ വിശകലന വിധേയമാക്കി. അതിനുശേഷം പിന്നെ ശേഖരിച്ച അല്ലെങ്കിൽ തയ്യാറാക്കിയ പട്ടിക ഓരോ വാർഡ് തലത്തിലും ഉണ്ടാക്കിയ ജനകീയ കമ്മിറ്റി പരിശോധിച്ചു. വാർഡ് തലത്തിലെ ജനകീയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിശാലമായ പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ്. അതിൽ അംഗൻവാടി ടീച്ചറുണ്ട്, ആശാ വർക്കറുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയുണ്ട്, കുടുംബശ്രീ ADSൻ്റെ പ്രതിനിധിയുണ്ട്, അയൽക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയുണ്ട്, വാർഡ് മെമ്പർ അധ്യക്ഷനാണ്. ഇത്രയും വളരെ വിശാലമായ വേറെയും എല്ലാ വിഭാഗങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവർ പരിശോധിച്ചു. അവർ തയ്യാറാക്കിയ ലിസ്റ്റ് ഇത് പരിശോധിച്ച് അവർ തയ്യാറാക്കിയ ലിസ്റ്റ് ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. ഗ്രാമസഭ ഒരു ലിസ്റ്റ് അംഗീകരിച്ചു. അത് ആക്ഷേപാഭിപ്രായങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചു. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളെല്ലാം കണക്കിലെടുത്ത് അന്തിമമാക്കി ഭരണസമിതി, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ബോർഡ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചു. ഈ പ്രോസസ്സിലൂടെയാണ് 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർപേഴ്സൺ, പഞ്ചായത്താണെങ്കിൽ പ്രസിഡന്റ്, ഇവരുടെ അധ്യക്ഷതയിൽ. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്.
അതിലും റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ തുടങ്ങി ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ വരെ പ്രതിനിധികളുണ്ട്. അപ്പം അത്ര സുതാര്യമായിട്ടും അത്ര ജനപങ്കാളിത്തത്തോടെയാണ് നടത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, സാമ്പ്രദായിക രീതിയല്ല. കുറച്ച് വിദഗ്ധന്മാരുടെ നേതൃത്വത്തിൽ ഒരു സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിൽ അതിദരിദ്രരെ കണ്ടെത്തില്ല, ഓരോരുത്തരെയും കണ്ടെത്തുകയാണ് ജനങ്ങളാകെ ചേർത്ത്. സമൂഹത്തിൻ്റെ കണ്ണിലൂടെയാണ്, ലെൻസിലൂടെയാണ് അതിദരിദ്രരെ കണ്ടെത്തിയത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഒരാളും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് അത് ചെയ്തത്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ചെയ്തത് ആരെയാണ് ലക്ഷ്യം വെച്ചതെന്ന് ചോദിച്ചാൽ, ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം ഇതുവരെ കിട്ടാത്ത ആളുകൾ, ഒരു ക്ഷേമ പദ്ധതികളും സ്പർശിക്കാതെ പോയിട്ടുള്ള ആളുകൾ, ഏറ്റവും നിരാശ്രയരും നിരാലംബരുമായിട്ടുള്ള മനുഷ്യർ, അതായത് അദൃശ്യരാക്കപ്പെട്ടവർ എന്ന് പറയാം, ഒരു പദ്ധതിയും ഇതുവരെ തേടി ചെന്നിട്ടില്ലാത്ത ആളുകൾ, ഒരു ഭരണ സംവിധാനത്തിൻ്റെയും കണ്ണിൽ പെടാതെ പോയവർ, അവരെ തേടി ചെന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത, ഇതാരെങ്കിലും അപേക്ഷയോ സങ്കടഹരജിയോ കൊടുത്തവർക്ക് ആനുകൂല്യം കൊടുക്കലല്ല. ഇത് അവകാശാധിഷ്ഠിതമായിട്ടുള്ളതാണ്. അങ്ങോട്ട് തേടി ചെല്ലുകയാണ്. ഇത് നിങ്ങളുടെ അവകാശമാണ് എന്ന് അവരോട് അങ്ങോട്ട് പറയുകയും ആ അവകാശം നിങ്ങൾക്ക് നൽകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു ഭരണ സംവിധാനം പറയുകയും ചെയ്യണം. അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. അല്ലാണ്ട് ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും ഒരേപോലെയുള്ള കുറച്ച് പൈസ കൊടുക്കുക, ധനസഹായം, അതല്ല ചെയ്തത്. അല്ലെങ്കിൽ ഒറ്റത്തവണ ഒരു സഹായം കൊടുക്കുക, അതുമല്ല. ഇതിൻ്റെ വേറൊരു പ്രത്യേകത മൈക്രോ പ്ലാൻ അപ്രോച്ചാണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മൈക്രോ പ്ലാൻ അപ്രോച്ച് ഉണ്ടാക്കുന്നത്. അതായത് ഓരോ കുടുംബം അതിദരിദ്രരാവാൻ എന്താണ് കാരണം? ഒരേ കാരണമാവില്ല, എല്ലാം പല കാരണങ്ങളായിരിക്കും. ചിലർക്ക് മാരക രോഗങ്ങൾ വന്നതായിരിക്കും, ചിലർക്ക് ഉപജീവനമാർഗം ഇല്ലാത്തതായിരിക്കും. ആ കാരണം കണ്ടെത്തി അത് പ്രത്യേകമായിട്ട് പരിഹരിക്കാൻ പ്രത്യേകം മൈക്രോ പ്ലാൻ, 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കി തദ്ദേശ സ്ഥാപന തലത്തിൽ. അപ്പം അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത്. ഈ ഒന്നാമത്തെ കാര്യം പലരും വിദഗ്ധർ പോലും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യം, ദാരിദ്ര്യം ഇല്ലാതാക്കി എന്നാണ് സർക്കാർ പറയുന്നതെന്നാണ്. അല്ല, ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആരാണ് അതിദരിദ്രർ? അവരേറ്റവും നിരാലംബരായ, അദൃശ്യരാക്കപ്പെട്ട, ഇന്നേ വരെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെയും കണ്ണിൽ പെടാതെ പോയിട്ടുള്ള, ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാത്തവരാണ്. ദരിദ്രർ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അതിദരിദ്രരുടെ സർവൈവൽ തന്നെ അപകടത്തിലാണ്. ഈ പിന്തുണയില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു വിഭാഗമാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് 2021 ഈ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് മാത്രമാണ്. ഇനി ഒരിക്കലും കേരളത്തിൽ അതിദരിദ്രരുണ്ടാവില്ല എന്നുള്ള അവകാശവാദമൊന്നുമല്ല ഗവൺമെൻറ് പറഞ്ഞത്. യാഥാർത്ഥ്യബോധമുള്ള ഒരാളും അങ്ങനെ പറയുകയുമില്ല. കാരണം ഒരു സമൂഹത്തിൽ ഈ ദാരിദ്ര്യം, അതിദാരിദ്ര്യം എന്നതൊക്കെ മാറി മാറി വരുന്ന ഒന്ന്, ചലനാത്മകമായിട്ടുള്ള ഒന്നാണ്. ഒരു തീയതി വെച്ച് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യർ പലരും അതിദാരിദ്ര്യത്തിലേക്ക് വീണ് പോവാം, അതിൽ നിന്ന് കരകയറിയവർ തിരിച്ച് വീണ്ടും അതിലേക്ക് പോകാം. ഇതൊക്കെ സംഭവിക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് തുടരുകയാണ്. ഒരു പദ്ധതി കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, ഇത് തുടരുകയാണ്. അതിദാരിദ്ര്യത്തെ തുടർച്ചയായിട്ട് അഭിസംബോധന ചെയ്യാൻ അതിനെതിരായിട്ടൊരു യുദ്ധപ്രഖ്യാപനം ഗവൺമെൻറ് നടത്തുന്നു. അതിദരിദ്രർ ആയിട്ട് ആരും കേരളത്തിൽ തുടരാൻ ഇടവരാത്ത തരത്തിൽ അവരെ ഗവൺമെൻറ് അതിൽ നിന്ന് മോചിപ്പിക്കാൻ നിരന്തരമായ പദ്ധതി നടപ്പാക്കുന്നു. അതാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ കാര്യം, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിരവധി ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കിട്ടുന്ന ഗോത്രവർഗ്ഗക്കാർ ഇതിൽ വന്ന് കാണില്ല. അപ്പോൾ അവരിൽ പലരും മോശം ജീവിതാവസ്ഥയിൽ ഉള്ളവരുമായിരിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അടുത്ത ഘട്ടം 2.0 നടപ്പാക്കുമ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കും. പട്ടികവർഗ, ദളിത് വിഭാഗങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവും. ഒരാളും അതിദരിദ്രർ ഉണ്ടാവില്ല എന്നോ ഇപ്പോഴും ഇല്ല എന്നോ അല്ല വാദം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവരുടെ പ്രശ്നത്തെ സർക്കാർ പരിഹരിക്കും. അതാണ് വാദം. ഇതിൽ ഒരു ഹെൽപ്പ് ലൈൻ ഞങ്ങൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനാനന്തര പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഏതൊരാൾക്കും തദ്ദേശ വകുപ്പിനെ അറിയിക്കാം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ അതിദാരിദ്ര്യാവസ്ഥയിലുണ്ട്. ഇതിൽ ഒരു ഗവൺമെൻറ് അതിദാരിദ്ര്യത്തെയും അതിദരിദ്രരെയും അഭിസംബോധന ചെയ്യുന്നു എന്നതാണ് കാര്യം. പിന്നെ ഈ പ്രഖ്യാപനം എന്തിനാണ് നടത്തിയെന്ന് വെച്ചാൽ, ആ പ്രഖ്യാപനം ഒരു വലിയ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. പ്രഖ്യാപനം നടത്തിയപ്പോഴല്ലേ
അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാൻ ചിലർ മുന്നോട്ട് വന്ന് ഇതുവരെ ഇവരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ക്യാമറകൾ ഇവരെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ക്യാമറയുടെ കണ്ണിലും പെടാത്ത അദൃശ്യരായ മനുഷ്യരായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സ്വയം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അസാമാന്യമായ ധൈര്യമുള്ളൊരു ഗവൺമെൻറ്റിനെ ഇത് കഴിയൂ. ഞങ്ങൾക്കറിയാമല്ലോ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇങ്ങനെ പലരും തിരഞ്ഞിറങ്ങും, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും എന്നൊക്കെ. ചൂണ്ടിക്കാണിച്ചാൽ അവരെയും കൈവിടില്ല. ആ വിശ്വാസം, ആ ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ശരി, നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ, ഇതുവരെ ഇറങ്ങാതിരുന്ന നിങ്ങൾ കണ്ടെത്തൂ, പറയൂ. അപ്പോൾ അവർക്ക് ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇതുവരെ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് വന്നപ്പോൾ അവർക്കും ഗവൺമെൻറ്റിൽ വിശ്വാസമുള്ളതുകൊണ്ടാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ചില മാധ്യമങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയത് ഗവൺമെൻറ്റിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഗവൺമെൻറ് അവിടെ എത്തും. ഏതാണ്ട് അത്ര ഫണ്ട് ചെലവിട്ടിട്ടാണിത്? ആദ്യത്തെ 2 വർഷം 50 കോടി, നടപ്പ് വർഷം 60 കോടി, അപ്പോൾ 160 കോടി. അതിന് പുറമെ ലൈഫ് പദ്ധതിയിലാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുത്തത്. 4667 പേർക്ക് വീട് കൊടുത്ത് ലൈഫ് പദ്ധതിയിലാണ്, ഇൻറ്റു 4 ലക്ഷം. പിന്നെ ഭൂമിയില്ലാത്ത 2713 പേർക്ക് ഭൂമി കണ്ടെത്തി കൊടുത്തു. അത് സർക്കാർ ഭൂമി കണ്ടെത്തി പതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഭൂമിയുടെ മൂല്യം വേറെ. പിന്നെ ചികിത്സ, ഇപ്പം 7 പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തി. 85,000 പേർക്ക് ചികിത്സയും മരുന്നും ഉറപ്പാക്കുന്നു. ഭക്ഷ്യ കിറ്റുകൾ റെഗുലറായിട്ട് കൊടുക്കുന്നു. പാകം ചെയ്ത് കഴിക്കാൻ കഴിയാത്ത 2220 പേർക്ക് പാകം ചെയ്ത ഭക്ഷണം എത്തിക്കുകയാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ 4.5 വർഷം കൊണ്ട് ഏതാണ്ട് ഈ വീട് റിപ്പയർ 5600-ലധികം പേർക്ക് കൊടുത്തു, 2 ലക്ഷം വീതം കൊടുത്തു. എല്ലാം വരുമ്പോൾ ഏകദേശം 1000 കോടിയോളം രൂപ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ചെലവിട്ടിട്ടുണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൃത്യം കണക്കാക്കാൻ പറ്റില്ല, കാരണം സ്ഥലത്തിൻ്റെ ഒന്നും വിലപ്പം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റുന്നതല്ല. നവംബർ 4 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ടിൽ ഈ കേരളത്തിലെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവൃത്തിയുടെ ഒരു സുതാര്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അവർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് 2021-22 വർഷത്തിൽ ഈ പദ്ധതിക്ക് പ്രത്യേകിച്ച് സ്പെസിഫിക് ഹെഡൊന്നും ഉണ്ടായിരുന്നില്ല. 2022-23 സ്പെസിഫിക് ഹെഡ് ഉണ്ടായിരുന്നു, പക്ഷേ അലോക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2023-24 ആദ്യമായിട്ടൊരു 50 കോടി അലോക്കേറ്റ് ചെയ്തു, പക്ഷേ അതിൽ തന്നെ 16 കോടി, 1/3 മാത്രമേ ചെലവഴിച്ചുള്ളൂ. 2024-25 50 കോടി തന്നെ അനുവദിച്ചു, പക്ഷേ എന്ത് സ്പെൻഡ് ചെയ്തെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ആക്ച്വൽസ് അടുത്ത ബജറ്റിൽ പ്ലേസ് ചെയ്യണം. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ 1 തീയതി തൊട്ട് നവംബർ 1 തീയതി വരെയുള്ള 7 മാസം 1 രൂപ പോലും ചെലവിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനൊരു ഡിസ്പാരിറ്റി ഈ സ്പെൻഡിങ്ങിലുണ്ടോ? ഒന്നാമത്തെ കാര്യം 21-22 ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ കാരണം 21-22 പ്രധാനമായിട്ടും അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ നമ്മളത് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ വിശദീകരിച്ച പ്രക്രിയയിലൂടെ. അതിനുശേഷം ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകൾ നിലവിലുള്ള പദ്ധതികൾ ഉപയോഗിച്ചാണ് ചെയ്തത്. എന്തിനാണ് ഈ ബജറ്റിൽ നിന്ന് ആദ്യത്തെ 2 വർഷം 50 കോടി വീതവും പിന്നെ 60 കോടിയും വെച്ചതെന്ന് അറിയാമോ? സ്വന്തം നിലയിൽ ഇത് ചെയ്യാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്യാപ് ഫണ്ട് എന്ന നിലയ്ക്കാണ്. അത് വളരെ അപൂർവം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നതുകൊണ്ടാണ്. ഇത്രയും പേർക്ക് നമ്മൾ വീട് കൊടുത്തത് എങ്ങനെ? ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ നിലവിലുള്ള പദ്ധതികളുടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപജീവന മാർഗം കണ്ടെത്താൻ 4900-ഓളം കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തിയത് കുടുംബശ്രീ ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഉജ്ജീവനം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. അതുവഴിയാണ് അവർക്ക് ഉപജീവന മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ ഇപ്പോൾ വീട് റിപ്പയർ ചെയ്യുന്നത് നിലവിലുള്ള ഒരു സ്കീമുണ്ട്, 2 ലക്ഷം കൊടുക്കാൻ, അതാണ് അവർക്ക് കൊടുത്തത്. ഇതിനെല്ലാം പുറമെ ഇതുകൊണ്ട് കവർ ചെയ്യാൻ കഴിയാത്തതുണ്ടെങ്കിൽ അവയവമാറ്റം നമ്മൾ ഈ ഫണ്ടാണ് ഉപയോഗിച്ചത്. കാരണം അത് വലിയ തുക വരുന്നു എന്നതുകൊണ്ട് 7 പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയ പ്രത്യേക ധനസഹായം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബജറ്റ് അലോക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത്രയും അതിനകത്തുള്ള ഇത്രയും പേർക്ക് 64,006 കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളും ബെനിഫിറ്റും എല്ലാം കിട്ടിയല്ലോ, അത് ഉറപ്പാക്കിയല്ലോ. അത് അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊരു അവ്യക്തത ഉള്ളത് കൊണ്ടായിരിക്കും. അതായത് ഈ ഫണ്ട് മുഴുവൻ ചെലവാക്കണമെന്ന് നിർബന്ധമില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ ചിലർ വളരെ പരിമിതമായ ഫണ്ട് മാത്രമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ഒരു പിന്തുണ കൊടുക്കാൻ വേണ്ടിയാണ് ഈ അലോക്കേഷൻ വെച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളൊക്കെയും സ്വയം പര്യാപ്തമായ കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ, ചൈനയിൽ, തായ്വാനിലൊക്കെ പല തരത്തിലുള്ള കോട്ടേജ് ഇൻഡസ്ട്രികൾ ഈ തദ്ദേശ ലെവലിൽ നടക്കുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നല്ലൊരു മാതൃകയില്ലാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഒരു ആശയവുമാണ്. ഇപ്പം ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖല അതാണ്.
ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ പഞ്ചവത്സര പദ്ധതിയുടെ തന്നെ ഒരടിസ്ഥാന സമീപനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്, പ്രാദേശിക സാമ്പത്തിക വികസനം. ആ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ ചാലകശക്തിയായിട്ട് കാണുന്നത് തദ്ദേശ സ്ഥാപനങ്ങളെയാണ്. ഇപ്പോൾ വൺ ലോക്കൽ ബോഡി വൺ ഐഡിയ എന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഒരു സവിശേഷമായിട്ടുള്ളൊരു ആശയത്തെ മുൻനിർത്തിയിട്ടുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു സംരംഭക വർഷം, വളരെ വിജയകരമായി മാറിയത്, ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. സംരംഭക വർഷം തദ്ദേശ വകുപ്പും വ്യവസായ വകുപ്പും കൂടി സംയുക്തമായിട്ടാണ് നടപ്പാക്കിയത്. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യം ലഭ്യമാക്കുന്നത് വ്യവസായ വകുപ്പ്. 2 ഇൻറ്റേൺസിൻ്റെ സേവനം ഓരോ തദ്ദേശ സ്ഥാപനത്തിനും വ്യവസായ വകുപ്പ് നൽകി. ആ ഇൻറ്റേൺസിൻ്റെ സഹായത്തോടുകൂടി സംരംഭകരെ നമ്മൾ തദ്ദേശ വകുപ്പ് കണ്ടെത്തി അവർക്കെല്ലാ പിന്തുണയും കൊടുത്തു. പരിശീലനം വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി കൊടുത്തു. ബാങ്ക് ലോണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ലഭ്യമാക്കി കൊടുത്തു. അങ്ങനെയാണല്ലോ നമ്മുടെ 1,00,000 സംരംഭങ്ങൾ എന്ന ലക്ഷ്യമിട്ട് 1,39,000 എത്താൻ പറ്റിയത്. 2 വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയതാണ്. പിന്നെയും ധാരാളം സ്കോപ്പുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ അതുകൂടി കണ്ടിട്ടാണ് ലൈസൻസ് ചട്ടങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തി. നേരത്തെ ലൈസൻസിൻ്റെ പരിധിയിൽ വരാതിരുന്ന ഒട്ടേറെ സംരംഭങ്ങളെ ലൈസൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ലൈസൻസ് ഉണ്ടെങ്കിലേ ബാങ്ക് വായ്പ കിട്ടൂ, ലൈസൻസ് ഉണ്ടെങ്കിലേ വ്യവസായത്തിനുള്ള നിയമാനുസൃതമുള്ള സബ്സിഡികളും മറ്റാനുകൂല്യങ്ങളും കിട്ടൂ. അപ്പം എല്ലാവർക്കും അത് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം വരുത്തിയിരുന്നതെന്ന് വെച്ചാൽ വീട്ടിലെ സംരംഭത്തിന് ലൈസൻസ് കൊടുക്കുന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങണം, അതിനൊരു കമേഴ്ഷ്യൽ കെട്ടിടം തന്നെ വേണമെന്നില്ല. കമേഴ്ഷ്യൽ കെട്ടിടമാകുമ്പോൾ അതിൻ്റെ ചിലവുകൾ വർദ്ധിക്കും. ഇത് നിങ്ങൾക്ക് വീട്ടിൽ സംരംഭം ആരംഭിക്കാം. ഇപ്പോൾ വീട്ടിൽ സംരംഭം ആരംഭിക്കാൻ വീടിൻ്റെ പകുതി, ആൾതാമസമുള്ള വീടാണെങ്കിൽ പകുതി 50% വീട് എന്ന കാറ്റഗറിയിൽ നിർത്തിക്കൊണ്ട് തന്നെ സംരംഭത്തിന് ഉപയോഗിക്കാം. ആൾതാമസം ഇല്ലാത്ത വീടാണെങ്കിൽ 100% ഉപയോഗിക്കാം, വീടായിട്ട് തന്നെ ഉപയോഗിക്കാം. കേരളത്തിൽ 18 ലക്ഷത്തോളം വീട് ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്നു എന്നാണ് കണക്ക്. അപ്പം അതിനെ മുഴുവൻ ഒരു ഉൽപ്പാദനക്ഷമമാക്കി മാറ്റുക, വരുമാനം ഉണ്ടാക്കുന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കി മാറ്റുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യം. കുറച്ച് സമയമെടുക്കും അതിൻ്റെ റിസൾട്ട് കാണാൻ. ഞങ്ങൾ വിചാരിക്കുന്നത് കുറച്ചു കാലത്തിനുള്ളിൽ പണ്ട് ചൈനയിൽ ഉണ്ടായതുപോലുള്ള ഒരു വലിയ കുതിപ്പിന് കേരളത്തിൽ സാഹചര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ലൈസൻസ് ചട്ട ഭേദഗതി ഇപ്പോഴാണ് വന്നത്. 5 വർഷം കഴിയുമ്പോഴേക്കും ആ മാറ്റം നമുക്ക് ദൃശ്യമായി മാറും. 2024 പഞ്ചായത്ത് ഡെവല്യൂഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം കേരളം ദേശീയ തലത്തിൽ തന്നെ കർണാടകത്തിന് തൊട്ടുപിന്നിലായിട്ട് 2ാം സ്ഥാനത്താണുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത, അവയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം. ഇങ്ങനെ റേറ്റിംഗിൽ 2ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും പ്രതിപക്ഷമടക്കമുള്ളവർ ആക്ഷേപിക്കുന്നത് നിരവധി ബില്ലുകൾ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നുണ്ട്, ട്രഷറിയിൽ നിന്ന് ക്ലിയർ ആവാതെ കിടക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെ വേണ്ട ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലേ? ഒന്നാമത്തെ കാര്യം, ഡെവല്യൂഷൻ ഇൻഡെക്സിൽ യഥാർത്ഥത്തിൽ കേരളമാണ് ഒന്നാമത് വരേണ്ടത്. അത് ഈ മാനദണ്ഡങ്ങളിലും അല്ലെങ്കിൽ ഇത് കണക്കാക്കുന്ന മാനദണ്ഡങ്ങളിലുള്ള ചില സൂത്രപ്പണികൾ കൊണ്ടാണ് കർണാടക വരുന്നത്. ഇപ്പോൾ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡെവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരികയാണ്. സർക്കാർ കൊടുക്കുന്ന ശമ്പളം ഉണ്ടല്ലോ, അതുകൂടി വന്നപ്പോഴാണ് അങ്ങനെ വരുന്നത്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം നോക്കിയാൽ കേരളമാണ് ഒന്നാമത്. ഞാൻ ഇപ്പോൾ കണക്ക് പറയാം. കഴിഞ്ഞ 5 വർഷം, അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ 5 വർഷം കൊണ്ട് കടുത്ത സാമ്പത്തിക ഞെരുക്കം സംസ്ഥാന സർക്കാർ നേരിട്ടൊരു കാലമാണെന്നുള്ളത് അറിയാമല്ലോ. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു, വായ്പാ പരിധി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഞെരുക്കം, GST കോമ്പൻസേഷൻ നിർത്തിയതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ആ ഞെരുക്കമൊക്കെ ഉണ്ടായിട്ടും അത് അവിടെ നിന്ന് വെട്ടിക്കുറച്ചതുപോലെ ഇവിടെ വെട്ടിക്കുറയ്ക്കുകയല്ല ചെയ്തത്. കേന്ദ്രം വെട്ടിക്കുറച്ചു, അതുകൊണ്ട് ഞങ്ങൾ വേറെ മാർഗമില്ല വെട്ടിക്കുറയ്ക്കുന്നു എന്നല്ല. വെട്ടിക്കുറച്ചില്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും 0.5% വീതം വികസന ഫണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. കാരണം അത് 6ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയാണ്. ശുപാർശ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഗവൺമെൻറ് പാലിച്ചു. ഇത്രയൊക്കെ ഞെരുക്കം ഉണ്ടായിട്ടും 5 വർഷം കൊണ്ട് കൊടുത്ത തുക 70,000 കോടി രൂപയാണ്. 41,000 കോടി വികസന ഫണ്ട്, 18,000 കോടി റോഡ് നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ്. ഇപ്പോൾ 41 + 18 59,000, 11,000 കോടി ജനറൽ പർപ്പസ് ഫണ്ട്, 70,000 കോടി രൂപയാണ് കൊടുത്തത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ വിനിയോഗം, ഈ വർഷത്തെ ഇപ്പോൾ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടില്ലല്ലോ, 87% മുകളിലാണ്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ എല്ലാ കാലത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് ഇത്രയും കുറവാണ്, വിനിയോഗം കുറവാണ് എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ഒക്കെ എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ വരുന്നപ്പോഴാണ് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്തൊന്നും മോശമല്ല എക്സ്പെൻഡിച്ചറിൻ്റെ സ്ഥിതി. ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തേത് 87% മുകളിലാണ്. അപ്പം അത് ഒരു കാര്യം. പിന്നെ ഈ ബില്ല്
ഈ പൊതുവായ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്ന സമയത്ത് ബില്ല് മാറുന്നതിൽ കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു കാലത്തും ട്രഷറി പൂട്ടിയിട്ടുള്ള അനുഭവമില്ല, അത്തരമൊരു അനുഭവമില്ല എന്ന് ഓർക്കണം. ഇത്രയും വലിയ ഞെരുക്കം ഉണ്ടായിട്ട് ആ ഞെരുക്കത്തിൻ്റെ ഒരു കാഠിന്യം എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒറ്റ താരതമ്യം നോക്കിയാൽ മതി. ഇപ്പോൾ ബീഹാറിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ചെലവിൻ്റെ 75% കേന്ദ്രത്തിൻ്റെതാണ്. വരുമാനത്തിൻ്റെ 75% കേന്ദ്ര സഹായങ്ങളാണ്, കേന്ദ്രവിഹിതം മറ്റു. കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ 25% കേന്ദ്രത്തിൻ്റേതുള്ളൂ. ബാക്കി 70% മുകളിൽ നമ്മുടെ തനത് വരുമാനമാണ്. ഇത്രയും ഞെരുക്കുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും എങ്ങനെ കേരളം പിടിച്ചു നിന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തനത് നികുതി വരുമാനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായി എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ വകുപ്പിന്റെ പ്രവർത്തനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൽ സുതാര്യത, അഴിമതിരാഹിത്യമൊക്കെയാണ്. നമ്മുടെ വകുപ്പിന്റെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ജനറലി? കേരളത്തിലെ 2 വകുപ്പുകളെ കുറിച്ച് എല്ലാ കാലത്തും വലിയ ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശവും റവന്യൂ ആണ്, അഴിമതി സംബന്ധിച്ച്. അതിൻ്റെ കാരണം ഈ 2 വകുപ്പുകളും ജനങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നു, ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചില നടപടികൾ സ്വീകരിച്ചത്. അപ്പം അതിനുള്ള അഴിമതി ഗണ്യമായി കുറയ്ക്കാൻ ഉള്ള മാർഗം എന്താണ്? ആളുകൾ ഒരു സേവനത്തിന് വേണ്ടി നേരിട്ട് ഓഫീസിൽ വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട നടപടിയാണ്. ഇപ്പോൾ സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റുക. സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റുന്ന സമയത്ത് നേരിട്ട് പോയിട്ട് ആവശ്യം വരുന്നില്ല. അപ്പോൾ അഴിമതിയുടെ സാധ്യത ഗണ്യമായിട്ട് കുറയുന്നു. അതിനാണ് കെ-സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത്. മൊബൈൽ ആപ്ലിക്കേഷനും കൊണ്ടുവരികയുണ്ടായി. കെ-സ്മാർട്ട് ആദ്യം ഞങ്ങൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പാക്കി. വളരെ രസകരമായിരുന്നു അന്നത്തെ സ്ഥിതി. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടല്ലോ, ഒരു പുതിയ കാര്യം വന്നാൽ അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് മഹാപ്രശ്നമാണ് എന്ന് പ്രചരിപ്പിച്ചു. അതിൽ ആ പ്രചരണത്തിന് സ്ഥാപിത താല്പര്യക്കാരുണ്ടായിരുന്നു. അഴിമതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലായി, ഇത് വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ പല കഥകളും പടച്ചു വിട്ടു. നമ്മുടെ മാധ്യമങ്ങളിലൊരു വിഭാഗം ഇതിൻ്റെ വസ്തുതയൊന്നും അന്വേഷിക്കാൻ മെനക്കെടാതെ ഈ കഥകൾ പ്രചരിപ്പിച്ചു. ഒരു തലക്കെട്ട് ഞാനെപ്പോഴും മറക്കില്ല. ഈ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അറിയാമല്ലോ, കുറച്ച് നീണ്ടുപോവുകയും വെട്ടിപ്പൊളിച്ചിടുകയൊക്കെ ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു പത്രം തുറന്നു നോക്കുമ്പോൾ വലിയ തലക്കെട്ട്, ഈ പൊളിഞ്ഞിറക്കുന്ന റോഡുകളൊക്കെ ഉണ്ട്, ഈ മറ്റേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളൊക്കെ. തലക്കെട്ട് എന്താണെന്നറിയോ? ഇതോ കെ-സ്മാർട്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കെ-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയറും റോഡ് പണിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷേ ആളുകളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെയും കാരണം കെ-സ്മാർട്ടാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അത്രമാത്രം നിരുത്തരവാദപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഈ പരിഷ്കാരമായിട്ട് മുന്നോട്ട് പോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ വിമർശകർക്കെല്ലാം ഇത് കൊള്ളാം എന്ന് പറയേണ്ടി വന്നു. ആദ്യം അത് പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, എതിർത്തതാണല്ലോ, എങ്ങനെ പറയും എന്ന്. പക്ഷേ പതുക്കെ പതുക്കെ നിശബ്ദമായി പിന്നീട് അവരും അംഗീകരിച്ചു ഇതിൻ്റെ മികവ്. 1 കൊല്ലം ഞങ്ങൾ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും വിജയകരമായി നടപ്പാക്കി. തൊട്ടടുത്ത വർഷം 2025 ഏപ്രിൽ മുതൽ എല്ലാ പഞ്ചായത്തുകളിലും ഒരുമിച്ച് റോൾ ഔട്ട് ചെയ്തു. അതിന്ന് വലിയ മാറ്റം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് മന്ത്രിയാവുമ്പോൾ നമ്മൾ ചുമതലയേറ്റ ഉടനെ തദ്ദേശ വകുപ്പിൽ ഇന്ന മാറ്റം വരുത്തും, അഴിമതി കുറയ്ക്കും, സേവനങ്ങൾ ഓൺലൈനാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞ് ഇരുന്നയുടൻ വാട്സാപ്പിൽ വന്നൊരു മെസ്സേജ്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഞാനൊരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി 3 മാസമായി ഇന്ന നഗരസഭയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഓരോ തവണ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവിടേക്ക് ഒരു പന്നിപ്പടക്കമെങ്കിലും എറിയാൻ എനിക്ക് തോന്നാറുണ്ട് എന്നാണ്. ഇത് രോഷത്തോടു കൂടിയിട്ടുള്ള പ്രതികരണമാണ്. ഇപ്പോൾ കെ-സ്മാർട്ടിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇഷ്യൂ ചെയ്ത ബിൽഡിംഗ് പെർമിറ്റുകളിൽ 81,212 ബിൽഡിംഗ് പെർമിറ്റ് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ്. 3 മാസം എന്നുള്ളിടത്തുനിന്ന് 30 സെക്കൻഡ്, 1 മിനിറ്റിൽ താഴെ 1 മണിക്കൂർ കൊണ്ട് 24 മണിക്കൂർ കൊണ്ടൊക്കെ ഇഷ്യൂ ചെയ്ത് വേറെയുണ്ട്. ഞാൻ പറഞ്ഞത് 30 സെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിൽ മാത്രം ഇഷ്യൂ ചെയ്തത് 81,212 ഇത് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. വിവാഹ രജിസ്ട്രേഷൻ, മുമ്പ് വിവാഹത്തിനേക്കാൾ വലിയ ചടങ്ങാണ്, കല്യാണ ചടങ്ങിനേക്കാൾ വലിയ ചടങ്ങാണ് തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്ട്രേഷൻ നടത്തി കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ വീഡിയോ KYC വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ
സൗകര്യമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സൗകര്യമുണ്ട്. ആദ്യം മുനിസിപ്പാലിറ്റികളിൽ വന്നു, പിന്നെ പഞ്ചായത്തുകളിൽ വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു മുഖപ്രസംഗം തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയത്. ദേശീയ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു. കടലിൽ ജോലി ചെയ്യുന്നൊരു നാവികൻ വിവാഹം കഴിഞ്ഞു പോയി. അദ്ദേഹം കടലിൽ, ഭാര്യ നാട്ടിലുമാണ്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തു. അപ്പം അത്തരത്തിലുള്ള ധാരാളം വാർത്തകളെല്ലാം വരികയുണ്ടായി. അപ്പം അതൊരു വലിയ മാറ്റമാണ്. ആളുകൾക്ക് സമയം ലാഭം, പിന്നെ പണം ലാഭം, ഈ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുന്നു. അപ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തു, അത് എവിടെയാണെന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ഇപ്പം നോക്കിയാൽ കൃത്യമായിട്ട് പിന്നെ ആളുടെ പേരടക്കം അറിയാൻ പറ്റുമല്ലോ. ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ഒരാൾ എത്ര ദിവസം ഇത് കൈവശം വയ്ക്കുന്നു, ഇതെല്ലാം മന്ത്രിക്ക് തന്നെ വേണമെങ്കിൽ അറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന പരാതികളിൽ പലതും അങ്ങനെ പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കേസ് വന്നു, ഒരു സെക്രട്ടറി 35 ദിവസം കൈവശം വെച്ചിരുന്നു. ഇപ്പം സേവനാവകാശ നിയമപ്രകാരം ഓരോ സീറ്റിലും കൈവശം വയ്ക്കാവുന്ന സമയം എത്രയെന്നുണ്ട്. 35 ദിവസം കൈവശം വെച്ചിരുന്നു. ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. 35 ദിവസം കൈവശം വയ്ക്കാൻ ഇടയാക്കിയെന്താ. അപ്പം ആ നിലയിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ വലിയ മാറ്റം അതുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വേറെയും ചില അനുഭവങ്ങളുണ്ട്. ഓൺലൈനിൽ അപേക്ഷ വന്നു, ചിലത് ഓട്ടോമാറ്റിക് അപ്രൂവൽ. അപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് 3200 സ്ക്വയർ ഫീറ്റ് വരെയാണെങ്കിൽ ഓട്ടോമാറ്റിക് അപ്രൂവലാണ്. ഇത് മാനുവൽ അല്ല. സോഫ്റ്റ്വെയറിൽ റൂൾ എഞ്ചിൻ തന്നെ ഇത് പരിശോധിക്കും, ചട്ടപ്രകാരമാണെങ്കിൽ അപ്പം തന്നെ അപ്രൂവൽ ഓട്ടോമാറ്റിക്കാണ്, മാനുവൽ ഇൻ്റർവെൻഷൻ ഇല്ല. പക്ഷേ വേറെ ചിലത് അങ്ങനെയല്ല, അപ്രൂവ് ചെയ്യണം. അപ്പം ചില ബിരുദന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്രൂവ് ചെയ്യാതെ വെച്ച് താമസിപ്പിക്കും, ആളെ മുന്നിൽ വരുത്താനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ ഒരു കേസിൻ്റെ ശ്രദ്ധ വന്നത്, ഒരു കെട്ടിടം ഡിമോളിഷ് ചെയ്യണം, കെട്ടിട ഉടമയ്ക്ക് ഇൻറ്റിമേഷൻ കൊടുക്കണമെന്നേ ചട്ടത്തിൽ പറയുന്നുള്ളൂ, അനുമതിയുടെ ആവശ്യമില്ല. കേസ്മാർട്ടിൽ ഓൺലൈനായിട്ട് ഇൻറ്റിമേഷൻ കൊടുത്താൽ അയാൾക്ക് ഡിമോളിഷ് ചെയ്യാം. ഇതറിയാത്തതുകൊണ്ട് ഈ ഓൺലൈൻ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയിൽ ടെലിഫോൺ നമ്പർ എടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കേസ്മാർട്ടൊക്കെ ആകെ കുഴപ്പമാണ്, ഇതിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യം നടക്കില്ല. അപ്പം നേരിട്ട് വന്ന് നിങ്ങൾ വെള്ള കടലാസിൽ എഴുതിയൊരു അപേക്ഷ തരണം. ഈ സാധു പിറ്റേ ദിവസം അവിടെ പോയി വെള്ള കടലാസിൽ എഴുതി കൊടുത്തു. അപ്പം പിന്നെ വരാൻ പറഞ്ഞു. ഒരു 4 തവണ ഇയാളെ നടത്തി. അപ്പോഴാണ് വേറൊരാൾ വഴി പരാതി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം എൻ്റെ ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അത് ഇവരൊന്നും പറ്റിയതാണ്. പിന്നെ അയാൾക്ക് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഇതിലും ലൂപ്ഹോൾ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. കുറച്ച് സമയം എടുക്കും, ട്രാൻസിഷൻ ആണല്ലോ, നമ്മളൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. പക്ഷെ പൊതുവിൽ ജീവനക്കാർ നന്നായിട്ടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഏതാണ്ട് 4,65,000 ഫയല് കേസ്മാർട്ട് വന്ന ശേഷം ഓഫീസ് സമയത്തിന് പുറത്താണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അവധി ദിനങ്ങളിൽ അപ്രൂവ് ചെയ്ത ഫയലുകൾ 1,00,000 മേലിലാണ്. അപ്പോൾ ജീവനക്കാർ ഈ സൗകര്യം മികച്ച സേവനം നൽകാൻ ഉപയോഗപ്പെടുത്തുന്നു കൂടി കാണണം. കുറച്ചു പേരാണ് അല്ലാത്തതുള്ളത്. നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ, തലസ്ഥാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന പലതും സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ ഏജൻസികളാണ്. അപ്പം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്, ഇത് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് റോഡ് സൈഡിലൊക്കെ വെച്ച് സെഗ്രിഗേറ്റ് ചെയ്യുന്നൊരവസ്ഥ പലയിടത്തും ഇപ്പോഴുമുണ്ട്. അപ്പം അതിൽ ഗ്ലൗസ് പോലും ഉപയോഗിക്കാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വകുപ്പ് ഇതിൽ ഇടപെടുന്നില്ലേ എന്നുള്ളതാണ്. ഒന്ന്, ഇത് മുഴുവൻ മിക്കവാറും അനധികൃതമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൊരു തത്വം ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ഉറവിട മാലിന്യ സംസ്കരണം. അജൈവ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിക്കും. അപ്പം ബാക്കി ഏത് ജൈവമാലിന്യവും ഇന്ന് ഉറവിടത്തിൽ സംസ്കരിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ വീട്ടിൽ ഒരു ബയോബിൻ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ സംസ്കരിക്കാം. ബയോബിൻ വേണ്ട, പൈപ്പ് കമ്പോസ്റ്റ് മതി. ഇപ്പം എൻ്റെ വീട്ടിൽ എത്രയോ വർഷമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക, പാലക്കാട്ടെ വീട്ടിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ സബ്സിഡി നിരക്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ, മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങൾ ബയോബിൻ കൊടുത്തിട്ടുമുണ്ട്. പലരും അത് ഉപയോഗിക്കാത്ത പ്രശ്നം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ശ്രദ്ധ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, സബ്സിഡി നിരക്കിൽ തദ്ദേശ സ്ഥാപനം ബയോബിൻ കൊടുത്തു, ആ ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നത്, അതൊരു പൂച്ചട്ടിയാക്കിയിട്ട് വീടിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തൊരു പ്രശ്നം, അനധികൃതമായിട്ട് മാലിന്യം ശേഖരിക്കുന്ന ചില ഏജൻസികൾ എന്ന് മാത്രമല്ല വ്യക്തികൾ തന്നെയുണ്ട്. അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോടൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നത് ഇത്തരം ആളുകളാണ്. അതാണല്ലോ അവരുടെ ലാഭം. അവർ ഫീസ് വാങ്ങിയിട്ട് മാലിന്യം എടുക്കുന്നു, സംസ്കരിക്കാൻ ചിലവൊന്നുമില്ല. കാരണം തോട്ടിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ തള്ളുന്നതാണ് രീതി. അത്
തടയാൻ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ നല്ല മാറ്റം നമുക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സെഗ്രിഗേറ്റഡ് അല്ലാത്ത വേസ്റ്റുകൾ ഒരുപാട് ഇങ്ങനെ ഇതുപോലെ ഡംപ് ചെയ്യപ്പെടുന്നുണ്ട് പുറത്തോട്ട്. അതല്ലേ ആക്ച്വലി ഇതിലൊരു കെട്ടിക്കിടപ്പിന് കാരണമാകുന്നു? അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഏറ്റവും പ്രധാന പ്രശ്നം സിവിക് സെൻസിൻ്റെതാണ്. കാരണം ഇപ്പം ഇത്രയും ക്യാമ്പയിൻ നമ്മൾ നടത്തി, വീട്ടിൽ തന്നെ ഭക്ഷണ മാലിന്യം സംസ്കരിക്കണം, സെഗ്രിഗേറ്റ് ചെയ്യണം എന്ന സന്ദേശമൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ആളുകളുടെ മനോഭാവത്തിൽ അത് അല്പം നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. വലിയ മാറ്റം വന്നിട്ടില്ല. തീരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ ആഗ്രഹിച്ചൊരു മാറ്റം വന്നിട്ടില്ല. ഈ സിവിക് സെൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, സ്കൂളുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങൾ വേണ്ടത്ര നടക്കുന്നില്ലേ? അതുകൊണ്ടാണോ? ബോധവൽക്കരണം മാത്രം മതിയാവില്ല. അതായത് ഇപ്പം നമ്മൾ വിദേശത്തൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ പ്രീ സ്കൂളിൽ നിന്ന് തന്നെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. സെഗ്രിഗേഷനും മറ്റുമൊക്കെ പരിശീലിപ്പിക്കാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ അതായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ക്യാമ്പയിൻ, മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ വന്ന ശേഷം ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധപ്പെടുത്തി. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അത് അപ്പോൾ തന്നെ അംഗീകരിച്ചു. ഇപ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി. ഇപ്പോൾ കുറച്ച് സമയമെടുക്കും ഇത് ശരിയായി വരാൻ. പിന്നെ വേറൊരു കാര്യം കൂടി, ഞങ്ങളിപ്പോൾ കുട്ടികളെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഏജൻറ്റുമാരാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്, വീടുകളിൽ ഈ സന്ദേശം എത്തിക്കാനൊക്കെ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ശുചിത്വ സ്കോളർഷിപ്പ്, ഇക്കോസെൻസ്, ഹരിതസേന ഇക്കോസെൻസ് സ്കോളർഷിപ്പ് എന്ന പേരിൽ 50,000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1,500 രൂപയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ആക്ടിവിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി വിജയകരമായിട്ട് ചെയ്യുന്ന 50,000 പേർക്ക് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കരുതുന്നത് ഒരു 5 ലക്ഷം പേരെങ്കിലും ഇതിൽ പങ്കാളിയാവും എന്നാണ്. അപ്പം അത്രയും വീടുകളിലേക്ക്, അത്രയും ആളുകളിലേക്ക് നമുക്ക് ഈ സന്ദേശം എത്തിക്കാൻ പറ്റും. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നിട്ടാണ്. പൈസ തദ്ദേശ വകുപ്പ് കൊടുക്കും. അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം തദ്ദേശ വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ വിദ്യാഭ്യാസ വകുപ്പ് വഴിയാണ്. അപ്പം അതൊരു വലിയ ഒരു ബഹുജന വിദ്യാഭ്യാസ പ്രവർത്തനമാക്കിയിട്ട് മാറ്റാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ജൈവമാലിന്യം കഴിഞ്ഞാൽ അടുത്തത് പ്ലാസ്റ്റിക് മാലിന്യമാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. പലരും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ്. പക്ഷെ അവർക്കറിയാത്തൊരു കാര്യം, ഇത് എവിടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ്? ഹരിതകർമ്മസേന 2024-25 കേരളത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിൻ്റെ അളവ് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. 1,52,000 ടണ്ണാണ്. അതായത് 15,200 കോടി കിലോ. ഇപ്പോൾ ചില വിദഗ്ധർ അതിന് വേറൊരു താരതമ്യം പറഞ്ഞത്, അത്രയും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ കേരളത്തെ ആകെ 2 തവണ പ്ലാസ്റ്റിക് കൊണ്ട് ചുറ്റാമെന്നാണ്. അത്രയും ആണ് ഒറ്റ വർഷം. ബ്രഹ്മപുരത്തിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒരു വർഷം ശേഖരിച്ചത് 47,000 ടണ്ണാണ്. അതിൻ്റെ 2 ഇരട്ടിയാണ് ഇപ്പോൾ ശേഖരിച്ചത്. അപ്പം അതൊരു വിജയകരമായ സംവിധാനമായി മാറി. അപ്പം ഇന്നും എനിക്കൊരു മെസ്സേജ് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ പിരിക്കുന്നതിനൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏതോ ഒരാൾ അയച്ചിരിക്കുകയാണ്. നേരത്തെ ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പം അത് വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റി. 95% നമ്മുടെ കവറേജ് വർദ്ധിപ്പിച്ചു. നേരത്തെ 47% 2 കൊല്ലം മുമ്പുണ്ടായിരുന്നതാണ്. 95% വീടുകളിൽ നിന്നും കടകളിൽ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിൽ റീസൈക്കിൾ ചെയ്യാവുന്നത് തരംതിരിച്ച് റീസൈക്ലിങ്ങിന് കൊടുത്തയക്കും. അത് മറ്റ് പല ഉൽപ്പന്നങ്ങളുമായിട്ട് തിരിച്ചു വരും. റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ഉണ്ട്, ഇനേർട്ട്, റിജക്റ്റ് എന്ന് പറയുന്നത്. ആ റിജക്റ്റ് വേസ്റ്റ് നമ്മൾ ഇപ്പോൾ ചെയ്തത് സിമെൻറ്റ് ഫാക്ടറികളിലേക്ക് വേസ്റ്റായിട്ട് തന്നെ അയക്കുകയാണ്. സിമെൻറ്റ് ഫാക്ടറികളിൽ അത് ഇന്ധനമാക്കിയിട്ട് കത്തിച്ച് കളയും. അത് നിയമപ്രകാരം അനുവദനീയമാണ്. കാരണം ഫർണസിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെ വെച്ച് ആ കത്തിക്കുന്നത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് അനുസരിച്ച് സിമെൻറ്റ് ഫാക്ടറികളിൽ ഇൻസിനറേഷൻ അനുവദനീയമാണ്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഭാവിയിലൊരു പ്രശ്നം വരും നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ചില അനുരണനങ്ങൾ അല്ലെങ്കിൽ സൂചനകളൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ സിമെൻറ്റ് ഫാക്ടറികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് വേസ്റ്റ് നിറച്ച ലോറികൾ ഇങ്ങനെ വരുമ്പോൾ അവിടെയും പ്രതിഷേധം വരുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ട് അയക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാൽ നമ്മളെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലെത്തിക്കും. അപ്പം അത് മുൻകൂട്ടി കൊണ്ടുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തു. ഒന്ന് നടപ്പാക്കി. അതിലൊന്ന് കേരളത്തിൽ 14 റീജിയണൽ RDF പ്ലാന്റാണ്. RDF എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഡിറൈവ്ഡ് ഫ്യൂവലാണ്. അതായത് ഈ അവശിഷ്ടങ്ങൾ ഇന്ധനമാക്കി മാറ്റുകയാണ്. ഈ പ്ലാന്റുകളിൽ വെച്ച് ഇതിനെ പ്രസ് ചെയ്ത് ബെയിൽ ചെയ്ത് ബ്ലോക്കുകളാക്കി മാറ്റും. ആ ബ്ലോക്കുകൾ നമ്മൾ സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ചെറുതാണെങ്കിലും പൈസ ഇങ്ങോട്ട് കിട്ടും. വേസ്റ്റായിട്ട് തന്നെ കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പോൾ വേസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം RDF ആക്കി മാറ്റി നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ പ്രതിദിനം 600 ടൺ
റിജക്ട് വേസ്റ്റ് ഉണ്ടാവുന്നു എന്നാണ് കണക്ക്. എന്നാൽ 720 ടൺ RDF ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പം നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. പ്ലാന്റുകൾ അത്രയും ആയി കഴിഞ്ഞു. ഇത് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്. ഭാവിയിൽ ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് കേരളത്തിന് ആവശ്യമായിട്ട് വരും. നമുക്ക് ഒരു 600 ടണ്ണിൻ്റെ ഒറ്റ പ്ലാന്റ് മതിയാവും. ഇപ്പോൾ കൊച്ചിയിൽ ബ്രഹ്മപുരത്താണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കൺസൾട്ടൻസി ഇപ്പോൾ നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് പഠിക്കുന്നതിനുള്ള ഒരു കൺസൾട്ടൻസി നിയമിച്ചു കഴിഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു ടെൻഡർ ഘട്ടത്തിലേക്ക് അത് എത്തിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഇപ്പോൾ ലോകത്ത് പലയിടത്തും ഉണ്ട്, ആധുനികമായിട്ടുള്ള വേസ്റ്റ് ടു എനർജി പ്ലാന്റ്. പക്ഷേ അത് യാഥാർത്ഥ്യമായ ഒരു 5-6 വർഷമെങ്കിലും എടുക്കും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ RDF പ്ലാന്റുകൾ വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നം തൽക്കാലം നമുക്ക് പരിഹരിക്കാൻ പറ്റും. പലരുടെയും അവസാനത്തെ ബ്രഹ്മപുരം ഓർമ്മ എന്ന് പറയുന്നത് അവിടെ തുടർച്ചയായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റ് മലയുടെ ഒരു ഓർമ്മയാണ്. പക്ഷെ പലരും ആ വാർത്ത അന്ന് കണ്ടു മറന്നു. പക്ഷെ അതിനെ ഫോളോ അപ്പ് ചെയ്തില്ല. പിന്നീട് എന്ത് ചെയ്തു സർക്കാർ എന്ന് അന്വേഷിച്ചില്ല. എന്താണ് ചെയ്തത്? ഞാൻ പറയാറുണ്ട്, അത് 12 ദിവസം തീ കത്തി. ഹെലികോപ്റ്റർ വരെ ഉപയോഗിച്ച് ഓർക്കുന്നുണ്ടാവും. 12 ദിവസവും തീ കത്തിയതിനൊപ്പം വിവാദങ്ങൾ ആളിക്കത്തി. 12 ദിവസവും ഹെഡ്ലൈൻ ആയിരുന്നു, പ്രൈം ടൈം ഡിസ്കഷൻ ആയിരുന്നു. 12ാമത്തെ ദിവസം തീ അണഞ്ഞു, പുകയടങ്ങി, എല്ലാവർക്കും ശ്വാസം കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരാളും കൊച്ചി വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല. എല്ലാവരും അത് മറന്നു. അത് ഓർത്തത് സർക്കാർ മാത്രമാണ്, സർക്കാരും കോർപ്പറേഷനും. ബാക്കി മാധ്യമങ്ങളത് മറന്നു. പിന്നെ അന്ന് വിവാദമുണ്ടാക്കിയ ആളുകൾ മറന്നു. എല്ലാവരും മറന്നു, അത് ഉപേക്ഷിച്ചു. സർക്കാർ കൂടി മറന്നിരുന്നെങ്കിൽ അതതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. സർക്കാരത് മറക്കാത്തത് കൊണ്ടാണ് സർക്കാരും കോർപ്പറേഷനും ചേർന്ന് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബൃഹത്തായ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഒരാൾക്കും കൊച്ചി വിടേണ്ടി വരാതിരുന്നത്. അതുകൊണ്ട് കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, അസംബ്ലിയിൽ അടിയന്തര പ്രമേയം വന്നല്ലോ, ഭയങ്കര കോലാഹലമായിരുന്നു. അന്ന് മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും. എന്തൊരു തള്ളാണ് ഈ മന്ത്രി തള്ളുന്നതെന്ന് പരിഹസിച്ചവരുണ്ട്. ഭയങ്കര ട്രോളായിരുന്നു. എന്നാൽ ഇന്ന് ബ്രഹ്മപുരത്ത് ശരിക്കും പൂക്കൾ വിടർന്നു. അതിശോക്തിയല്ല, ആകെ ഒരു ടെലിവിഷൻ ചാനൽ മാത്രമാണ് അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ദൃശ്യം വെച്ചിട്ടൊരു വാർത്ത ചെയ്തതായിട്ട് ഞാൻ കണ്ടത്. ആ തീ കത്തിയ ദിവസം എല്ലാവരും വാർത്തയും ചർച്ചയൊക്കെ ആയിരുന്നു. മാറ്റം എവിടെയും ചർച്ചയായില്ല. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ പൂക്കൾ വിടർന്നു. ഒരിക്കൽ 9 ലക്ഷത്തിലധികം മെട്രിക് ടൺ വേസ്റ്റ് ഉണ്ടായിരുന്നു. 110 ഏക്കറാണ്, വിഷമയമായ പ്രദേശമാണ്. അവിടെ ഇപ്പോൾ ചെടികൾ വളർന്നു, തളിരിട്ടു, പൂക്കൾ വിടർന്നു, ശലഭങ്ങളും പക്ഷികളും ഒക്കെ വന്നു. മാറ്റമാണ്. അതുമാത്രമല്ല വന്നത്, കൂട്ടത്തിൽ 150 ടൺ ജൈവമാലിന്യം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന വലിയ പ്ലാന്റ്, 93 കോടി രൂപയുടെ പ്ലാന്റ്, BPCയിൽ നിർമ്മിച്ച പ്ലാന്റ് പണി കഴിഞ്ഞു. അതിൻ്റെ ട്രയൽ റണ്ണും വിജയകരമായിട്ട് നടത്തി. ആ കംപ്രസ് ബയോഗ്യാസ് BPCLൻ്റെ ഫാക്ടറിയിൽ തന്നെ ഉപയോഗിക്കാനും ഇപ്പോൾ സംവിധാനമായി പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞു. മാറ്റങ്ങളെല്ലാം വന്നു. മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. ബ്രഹ്മപുരം മാസ്റ്റർ പ്ലാൻ 757 കോടി രൂപയുടെ ബ്രഹ്മപുരം മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. അവിടെയാണ് ഈ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ഉൾപ്പെടെ നമ്മൾ ആലോചിക്കുന്നത്. ഒപ്പം ഒരു നോളജ് സെൻറ്റർ, വേസ്റ്റ് മാനേജ്മെൻറ്റ് സംബന്ധിച്ച് ഒരു നോളജ് സെൻറ്ററും നമ്മൾ ബ്രഹ്മപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനുള്ള അനുമതിയെല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ ബ്രഹ്മപുരം ഒരിക്കൽ കേരളത്തിനോ കൊച്ചിക്കോ ഒക്കെ ഒരു അപമാനമായിട്ടാണ് കടന്നതെങ്കിൽ ലാലൂരിനേക്കാൾ വലിയ മാറ്റം ബ്രഹ്മപുരത്ത് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ഇനി അത് ഒരു ലോക നിലവാരമുള്ള ഏറ്റവും ആധുനികമായ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇത് മാറും. ഇതുപോലെ മാറ്റം വന്നൊരു സ്ഥലം ചിലപ്പോൾ മലപ്പുറം ആയിരിക്കും. അവിടെ താമസിക്കുന്നവർക്ക് പലർക്കും അറിയാം. അവിടുത്തെ ഒരു വേസ്റ്റ് കൂടിക്കിടക്കുന്ന മാനേജ് ചെയ്തതിൻ്റെ അനുഭവം എന്തായിരുന്നു? മലപ്പുറത്ത് പുളിയേറ്റുമ്മൽ എന്ന് പറയുന്ന ട്രഞ്ചിങ് ഗ്രൗണ്ട് എത്രയോ വർഷമായിട്ട് മലപ്പുറത്ത് മാലിന്യം തള്ളിക്കൊണ്ടിരുന്ന 4.5 ഏക്കർ. ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ 110 പുളിയേറ്റമ്മൽ ഗ്രൗണ്ട് ചേർന്നതാണ്. പക്ഷേ മലപ്പുറത്ത് ഏറ്റവും വലിയ മാലിന്യക്കൂനിയായിരുന്നു ഇത്. അപ്പം അത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ബയോമൈനിങ് നടത്തി ആ സ്ഥലം വീണ്ടെടുത്തത്. ഇപ്പോൾ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി, MP CT മുഹമ്മദ് ബഷീർ, MLA ഉബൈദുള്ളയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മപുരത്ത് പോയിട്ട് ക്രിക്കറ്റല്ലേ കളിച്ച്, മലപ്പുറം ആയതുകൊണ്ട് ഫുട്ബോൾ ഇല്ലാണ്ട് വേറൊന്നും പറ്റില്ലെന്ന്. അപ്പോൾ ഞങ്ങളുടെ പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കിക്ക് എടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യാൻ. ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പോൾ നമ്മുടെ ഉബൈദുള്ള MLA ഗോൾ കീപ്പറായിട്ട് നിന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞു,
മലപ്പുറത്ത് വരെ ഫുട്ബോളിൽ തോൽപ്പിക്കാനൊന്നും പാലക്കാട്ടുകാർ വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഗോളടിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് നീക്കം ചെയ്തതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? ഇതിൻ്റെ തൊട്ടപ്പുറത്ത് താഴെ കാണുന്നതാണ് എൻ്റെ വീട്, അതിൻ്റെ തൊട്ടടുത്താണ് കുടപ്പനയ്ക്കൽ തറവാട്, പണക്കാട്ട തറവാട്. ഞങ്ങളൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് എന്ന്. പണ്ട് കാലങ്ങളിൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടുള്ള അബ്കാരിമാർ, ബ്രൂവറി, ഡിസ്റ്റിലറി, സ്പിരിറ്റ് കടത്ത്, ആകെ ഒരു മാഫിയ പരിവേഷമുള്ളൊരു മേഖലയാണ് ആക്ച്വലി മദ്യത്തിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ എന്താണ്? ഒന്നാമത്തെ കാര്യം, മദ്യം ഒരു വ്യവസായമാണ്. അപ്പോൾ ആ വ്യവസായം എന്ന നിലയിൽ അതിനെ പരിഗണിക്കണം ഒരു ഭാഗം. മറുഭാഗത്ത് ലഹരി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അതേസമയം അനേകം ആളുകളുടെ ഉപജീവന മാർഗവും മറ്റുമൊക്കെ ആയിട്ട് ഇത് നിൽക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ടുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ലഹരി എന്ന് പൊതുവിൽ ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് ഏറ്റവും മാരക വിപത്തായിട്ട് നിൽക്കുന്നത് മയക്കുമരുന്നാണ്. അത് പ്രത്യേകമായി പറയുകയും കാണുകയും പ്രത്യേകം അതിനെ നേരിടുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആകെ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം അതിൽ മയക്കുമരുന്നിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ് മാരകമായിട്ടുള്ള വിപത്താണ്. ഇപ്പം ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. മയക്കുമരുന്നിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നതാണ്. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാറ്റം ഇന്ന് സമൂഹത്തിൽ കാണാനുണ്ട്. പക്ഷേ ഇത് നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. സാമൂഹിക വിപത്തിനെ സാമൂഹികമായിട്ടേ ചെറുക്കാൻ പറ്റും. അതിൽ ബോധവൽക്കരണം വേണം, അത് ചെറുപ്പക്കാരിൽ ബോധവൽക്കരണം വേണം, രക്ഷിതാക്കളിൽ ബോധവൽക്കരണം വേണം. ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായിട്ട് അഭിസംബോധന ചെയ്യാൻ സമൂഹത്തെ പ്രാപ്തരാക്കണം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അതേസമയം ഇപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിന് സംശയമില്ല. പക്ഷെ നമുക്ക് നിരോധനം കൊണ്ട് പ്രശ്നം മറികടക്കാൻ പറ്റില്ല എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ തന്നെ അനുഭവമുണ്ട്. ഗുജറാത്തിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നമ്മളതിനെ വ്യവസായം എന്ന നിലയിൽ കാണുന്നു. അതുകൊണ്ട് ഡിസ്റ്റിലറി പോലെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക കേരളത്തിൽ ആവശ്യമാണെന്നൊരു നയമായിട്ട് ഗവൺമെൻറ് കണ്ടു. അതൊന്നും രഹസ്യമായിട്ടുള്ള കാര്യമില്ലല്ലോ. ഗവൺമെൻറ് പരസ്യപ്പെടുത്തിയിട്ടുള്ള നയമാണ്, സർക്കാരിൻ്റെ നയമാണ്. അതിനുള്ള നടപടികൾ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിന് അനുമതി കൊടുക്കും. ലോകത്തിലെ പല പ്രദേശങ്ങൾക്കും സ്വന്തമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ബ്രൂഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ നിന്ന് പുറത്തുവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലുമായിട്ട് ഇപ്പം മന്ദാകിനി വാറ്റ്, അല്ലെങ്കിൽ മണവാട്ടി റാക്ക്, അതുമല്ലെങ്കിൽ മഹാറാണി ജിൻ എന്നൊക്കെ പറഞ്ഞ ചാരായം ഇപ്പോൾ അടുത്ത് അവർ പേറ്റന്റ് എടുത്തു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് പോയ മലയാളികൾ തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഈ ബ്രൂ റെസിപ്പീസിനെ കൊണ്ടുപോയി പോപ്പുലർ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരള സർക്കാരിന് അതൊരു പ്രോപ്പറായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റാത്തത്? അത് പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു യാഥാസ്ഥിതികത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് കേരളത്തിൽ നല്ല ലോകത്തെല്ലായിടത്തുനിന്ന് പോലെ ഇവിടെയും ആളുകൾ മദ്യപിക്കുന്നുണ്ട്. പക്ഷേ അതെന്തോ അതീവ രഹസ്യവും ഗോപ്യവുമായിട്ട് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മദ്യപാനം നടക്കുന്നുണ്ട്, പക്ഷെ മദ്യം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു ഹിപ്പോക്രസി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അത് സമൂഹം കുറച്ചുകൂടി ഒരു തുറന്ന സമൂഹമായി മാറുമ്പോൾ ഇതിനെയൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. മദ്യപാനത്തിൻ്റെ സ്വഭാവത്തിലും ഈ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഉത്തരവാദിത്വമില്ലാതെ മദ്യപിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. അപ്പം നമ്മൾ കാണേണ്ടത് മദ്യം ഉൾപ്പെടെയുള്ള ലഹരികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനെ നിരോധിച്ചുകൊണ്ട് നേരിടാൻ പറ്റുന്നതല്ല എന്ന് കാണണം. അപ്പോൾ കുറച്ചും കൂടി ശാസ്ത്രീയമായ പ്രായോഗികമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. പലപ്പോഴും മദ്യത്തെ നമ്മൾ കാണുന്ന ടൂറിസം ആംഗിളിൽ കൂടി കാണണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. വിദേശ സഞ്ചാരികൾ കേരളത്തിൽ വരുന്നു, അവർ വരുന്ന ദിവസം 1-ാം തീയതി ആണെങ്കിൽ അവർക്ക് മദ്യപിക്കണമെന്നേ പറ്റില്ല. അപ്പോൾ ഈ 1-ാം തീയതി അതുപോലെ അവധി ദിവസങ്ങളിലെ ഡ്രൈ ഡേ പുനഃപരിശോധിക്കണമെന്ന് അങ്ങനെ ആലോചന ഉണ്ടോ? അങ്ങനെ ശക്തമായിട്ടുള്ള വാദങ്ങൾ വരുന്നുണ്ടല്ലോ, ശക്തമായ വാദം വരുന്നുണ്ട്. ആ വാദത്തിൽ തീർത്തും കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കേരളത്തിൽ ഇത് വളരെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, സെൻസിറ്റീവായ വിഷയമാണ്. ഇപ്പോൾ ശരിയാണെന്ന് എല്ലാവരും രഹസ്യമായി അംഗീകരിക്കുന്ന കാര്യവും പരസ്യമായിട്ട് അംഗീകരിക്കില്ല. അപ്പം അത്തരം ചില സങ്കീർണതകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും.